കോട്ടയത്ത് ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ച ഷൈനിയുടെയും മക്കളുടെയും മരണത്തിന്റെ തീരാവേദനയിലാണ് കേരളം മുഴുവൻ. നമുക്കറിയാം, ഷൈനിയും മക്കളും സ്വന്തം കുടുംബത്തിൽ പോലും ഒറ്റപ്പെട്ട അവസ്ഥ അനുഭവിക്കേണ്ടി വന്നു. പല സ്ത്രീകളും കുടുംബങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഒരു എന്താ പറയുക, ചെന്ന് കയറാൻ ഒരു സ്ഥലമില്ലാതെ വരുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു അത്താണി ഇല്ലാതെ വരുമ്പോഴാണ് അവരൊക്കെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഷൈനിയും ഒടുവിൽ അങ്ങനെ ഒരു തീരുമാനമെടുത്തു. 2 പെൺകുട്ടികളും സഹോദരനോട് വിളിച്ചു പറയുന്നു, നമ്മളിനി കാണില്ല, ഇത് ലാസ്റ്റ് കോളാണെന്ന്. അതിനുശേഷം വെളുപ്പിന് മക്കളെയും കൊണ്ട് ഷൈനി പോകുന്ന ദൃശ്യങ്ങളൊക്കെ കേരളക്കരെ ആകെ ഉള്ളുലയ്ക്കുന്ന കാഴ്ചകളാണ്. ഷൈനിയുടെ ഭർത്താവ് നോബി എന്ന പിശാച്, അതായത് ഷൈനിയെ ജീവിക്കാൻ അനുവദിക്കാതെ മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചു കൊണ്ടിരുന്ന നോബി എന്ന ഭർത്താവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. നോബി മാത്രമല്ല, ഷൈനിയുടെ അച്ഛൻ കുര്യാക്കോസും ഇതിൽ പങ്കുണ്ട്. കാരണം സ്വന്തം വീട്ടിൽ നിന്നാണ് ഷൈനി മരണത്തിലേക്ക് പോയത്. അപ്പോൾ സ്വന്തം വീട്ടിൽ പോലും ആ പെൺകുട്ടിയെ ചേർത്ത് പിടിക്കാൻ ഒരാളില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഷൈനിയുടെ ഭർത്താവ് നോബി ഇപ്പോൾ പൊട്ടിക്കരയുകയാണ്. കഴിഞ്ഞ ദിവസം നോബി ജാമ്യാപേക്ഷ നൽകിയിരുന്നു. പക്ഷെ ജാമ്യാപേക്ഷ കോടതി തള്ളുകയാണ് ചെയ്തത്. കൃത്യമായ നിലപാട് കോടതി ഇക്കാര്യത്തിൽ സ്വീകരിക്കും എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട. നോബി എന്തിനാണ് പൊട്ടിക്കരഞ്ഞത് എന്ന് ചോദിച്ചാൽ, ചെയ്ത കാര്യങ്ങളിൽ താൻ പശ്ചാത്തപിക്കുന്നു എന്ന് പറഞ്ഞാണ് പൊട്ടിക്കരഞ്ഞത്. മാത്രമല്ല, ഭക്ഷണം കൊടുക്കുമ്പോൾ ഭക്ഷണം പോലും കഴിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല. ആദ്യമൊക്കെ അന്വേഷണത്തിന് സഹകരിച്ചിരുന്നില്ല നോബി. പിന്നീട് പോലീസുകാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകുന്നുണ്ട്. താൻ ഷൈനിയെ മാനസികമായി ഉപദ്രവിച്ചിരുന്നത് അടക്കമുള്ള കാര്യങ്ങൾ നോബി സമ്മതിക്കുന്നുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. മാത്രമല്ല, നോബിയുടെയും ഷൈനിയുടെയും ഫോണുകൾ ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് പോലീസ് അയച്ചിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് കൂടി വന്നതിന് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ പോലീസിന് കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. 2 സുന്ദരികളായ മക്കളാണ്. ആ മക്കളെയും കൊണ്ട്, കാരണം പെൺകുട്ടികളാണ്, താൻ ഇല്ലാതെ ആ മക്കൾ ജീവിച്ചാൽ അവർ അനാഥരായി പോകും, അവരുടെ ജീവിതം സേഫ് അല്ല എന്ന് മനസ്സിലാക്കി മരണത്തിലും കരുതൽ കാട്ടിയ ഒരു ഷൈനി എന്ന് പറയുന്നത്. കാരണം തൻ്റെ മക്കൾ, പ്രത്യേകിച്ച് തൻ്റെ വീട്ടിൽ തനിക്ക് പോലും ഒരു സുരക്ഷിതത്വമോ തനിക്ക് പോലും ഒന്ന് ചേർത്ത് പിടിക്കാൻ ആളില്ലാത്തപ്പോൾ താൻ മക്കളെ ഉപേക്ഷിച്ച് പോയാൽ തൻ്റെ മക്കൾ ഈ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകും, അവരെ നോക്കാൻ ആരും ഉണ്ടാകില്ല. മകനെ പോലെയല്ല, 2 പെൺകുട്ടികളാണ്. നമ്മളിപ്പോൾ പെൺകുട്ടികളായാൽ എന്താ എന്നൊക്കെ ചോദിക്കും. പക്ഷേ എല്ലാ അമ്മമാരുടെ മനസ്സിലും പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ ഒരു ഭയമാണ്. അവർക്ക് ഞാനില്ലാതെ വരുമ്പോൾ അവർക്ക് എന്താ പറയുക, അവർക്ക് അവർ ഒറ്റപ്പെടുമോ, അവർക്ക് ആരും ഇല്ലാതാകുമോ, അവർ സുരക്ഷിതത്വത്തോടെ ജീവിക്കുമെന്നൊക്കെയുള്ള ഭയം എല്ലാ അമ്മമാർക്കും ഉണ്ട് എന്നുള്ളതാണ്. നന്നായി അമ്മമാർ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നന്നായി മക്കളെ വളർത്തുന്ന അച്ഛന്മാർ നമുക്ക് മുന്നിലുണ്ട്. പക്ഷേ എങ്കിൽ പോലും കാലഘട്ടം ഒരുപാട് മാറിയ സ്ഥിതിക്ക് സമൂഹം അതിലും വലിയ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു അമ്മമാരും സ്വന്തം പെൺമക്കളെ, ആൺകുട്ടികളെ പെൺകുട്ടികളെ നമുക്ക് വിശ്വസിച്ച് ആരെ അടുത്തും ഏൽപ്പിച്ചിട്ട് പോകാൻ കഴിയാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി അമ്മ തീരുമാനിക്കും, 11, 9 വയസ്സുള്ള 2 പെൺകുട്ടികൾ താനില്ലാത്ത ലോകത്ത് ഒറ്റപ്പെട്ടു പോകുമ്പോൾ അവർ സുരക്ഷിതരല്ല. അതുകൊണ്ട് അവരെയും കൂടി, ഞാൻ പോകുന്ന യാത്രയിൽ അവരെയും കൂടെ കൂട്ടുക എന്ന് ആ അമ്മ ചിന്തിച്ചതിൽ നമുക്ക് തെറ്റു പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. പക്ഷേ ജോർജ് പുല്ലാട്ടിൻ്റെ ഒക്കെ പോസ്റ്റ് നമ്മൾ വായിക്കുമ്പോൾ ഭർത്താവെന്ന നിലയിൽ നോബിയുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാകേണ്ട കാര്യം അല്ല നോബി ചെയ്തത് എന്നുള്ളത്. കാരണം ഒരു ഭർത്താവ് എന്ന് പറയുന്നത്, എല്ലാ ഭർത്താക്കന്മാരെയും ഇപ്പോൾ നമുക്ക് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ മറ്റൊരു ജീവിതം അന്വേഷിച്ച് പോകുകയോ, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സ്വന്തം വീട്ടിൽ പോയില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിവുണ്ടെങ്കിൽ, ജോലിയും വിദ്യാഭ്യാസമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ബോൾഡായിട്ടൊക്കെ ജീവിക്കും. കാലഘട്ടം അങ്ങനെയാണ്. പക്ഷേ പല പെൺകുട്ടികളും അങ്ങനെയല്ല. എല്ലാവർക്കും ഒരുപോലെ ചിന്തിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ വിവാഹത്തിന് ശേഷം നോബിയിൽ നിന്നുണ്ടായ വളരെ ക്രൂരമായ ആക്രമങ്ങൾ ഒക്കെ ഈ പെൺകുട്ടി സഹിക്കുമ്പോഴും, ഈ സ്ത്രീ സഹിക്കുമ്പോഴും മക്കൾക്ക് വേണ്ടിയാണ് താൻ ജീവിക്കുന്നത് ഒരു ബോധമാണ് അവരെ നയിച്ചത് എന്നുള്ളത്. ഒട്ടും മുന്നോട്ട് പോകാൻ, ഭർത്താവിൻ്റെ കൂടെയുള്ള ജീവിതം ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് മനസ്സിലായപ്പോഴാണ് അവർ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്, അല്ലെങ്കിൽ സ്വന്തം വീട്ടിലേക്ക് അവർ മടങ്ങിയത്. സ്വന്തം വീട്ടിലും പിതാവ് കുര്യാക്കോസിന് ഒരു ഭാരമായിരുന്നു ഷൈനി എന്ന് പറയുന്നത്. നിന്റെ പെൺമക്കളെയും ആര് നോക്കുക, നീ ജോലിക്ക് പോകുന്നെങ്കിൽ പെൺമക്കളെ കൊണ്ടുവന്ന് വല്ല ഹോസ്റ്റലിലുമാക്കുക. ഷൈനി അങ്ങനെയും ഹോസ്റ്റലുകൾ തേടിയിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ കുഞ്ഞുങ്ങൾക്ക് പ്രായം കുറവായതുകൊണ്ട് ഹോസ്റ്റലിൽ നിർത്താൻ കഴിയില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഒരുപക്ഷെ അവർ മരിക്കില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ
ഒരിടത്തും ഈ ഈ സ്ത്രീയെ 2 മക്കളെയും ചേർത്ത് പിടിക്കാൻ അവർക്ക് ചെന്ന് കയറാൻ ഒരു സ്ഥലവും ഇല്ലാതെ വന്നപ്പോഴാണ് അവർ മരണത്തിലേക്ക് നീങ്ങിയത് എന്നുള്ളതാണ്. എന്തായാലും സമൂഹം കുറച്ചുകൂടി ഇതൊക്കെ ആഴത്തിൽ ചിന്തിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ട കാര്യങ്ങളാണ്. കല്യാണം കഴിച്ച് വിട്ടുകഴിഞ്ഞാൽ പിന്നെ പെൺമക്കളുടെ ബാധ്യത തീർന്നു, ഭാരമൊഴിഞ്ഞു എന്ന് ചിന്തിക്കുന്ന പല രക്ഷിതാക്കളും ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. പെൺമക്കളെന്ന് പറഞ്ഞാൽ തന്നെ ഭാരമാണ്. അവർ വിവാഹം എങ്ങനെയും നീ അഡ്ജസ്റ്റ് ചെയ്ത് ചെന്ന് കയറിയ വീട്ടിൽ ജീവിക്കണം, എന്തെങ്കിലും പറഞ്ഞാൽ അത് കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച് നീ ജീവിക്കണം. കല്യാണം കഴിപ്പിച്ച് വിട്ടാൽ പിന്നെ ഭർത്താവിൻ്റെ വീടാണ് സ്വർഗം, പിന്നെ ഭർത്താവാണ് എല്ലാം. അയാൾ അടിച്ചാലോ അയാൾ ഉപദ്രവിച്ചാലോ അയാൾ തല്ലിക്കൊന്നാലും അത് സഹിച്ചു കിടക്കണം. മക്കൾക്ക് വേണ്ടി നീ അങ്ങ് സഹിക്കുക എന്ന് പറയുന്ന പല അമ്മമാരും ഉണ്ട്. മക്കൾക്ക് വേണ്ടി നീ അടി കൊണ്ടാലും ഇടി കൊണ്ടാലും വഴക്കുണ്ടായാലും ഒക്കെ നീ അങ്ങ് സഹിക്കണം എന്ന് പറയുന്ന അമ്മമാരുണ്ട്. പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വന്നാൽ തന്നെ ആ വീട്ടിലുള്ളവർ കാണുന്ന രീതി എങ്ങനെ, സമൂഹം കാണുന്ന രീതി എങ്ങനെ, ഭർത്താവില്ലാത്ത സ്ത്രീകളെ സമൂഹം കാണുന്ന രീതി എങ്ങനെയാണെന്നൊക്കെ പല ആളുകളും ചിന്തിക്കുന്നുണ്ട്. കാലഘട്ടമൊക്കെ ഒരുപാട് മാറിയെങ്കിൽ പോലും സ്ത്രീകൾ ഇപ്പോഴും മനസ്സിൽ പഴയ ചിന്താഗതിയുള്ള പല സ്ത്രീകളുമുണ്ട്. ബോൾഡായിട്ട് ജീവിക്കുന്ന, അങ്ങനെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച് മോട്ടിവേഷനൊക്കെ നൽകുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അവരൊക്കെ ഈ കാലഘട്ടത്തിന് അനുയോജ്യമാണ്. കാരണം ഷൈനിയെപ്പോലുള്ള ഒരുപാട് പേർ നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട്. അപ്പോൾ അത്തരക്കാർക്ക് ഒരു പ്രചോദനമാകാൻ ഒരുപാട് സ്ത്രീകൾ രംഗത്ത് വരുന്നുമുണ്ട് എന്നുള്ളത് പലരെയും നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പോൾ നമുക്കറിയില്ല അവരൊക്കെ ഡിവോഴ്സ്ഡ് ആണെന്നോ സിംഗിൾ പാരൻസ് ആണെന്നോ ഒന്നും നമുക്കറിയില്ല. പക്ഷെ പിന്നീട് അവർ സംസാരിക്കുമ്പോഴൊക്കെ ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത്. പക്ഷേ അവരൊക്കെ കാര്യങ്ങളെ നോക്കിക്കാണുന്ന രീതി, പലതിനെയും മാനേജ് ചെയ്യുന്ന രീതിയൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതം തോന്നാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഒരിക്കലും ഒറ്റപ്പെടുന്നില്ല. നിങ്ങൾക്ക് വിദ്യാഭ്യാസവും കഴിവും ജീവിക്കാനുള്ള ഒരു മനസ്സുമുണ്ട് എങ്കിൽ എന്തിനാണ് മരണത്തെയൊക്കെ പിന്നെ സ്വയം ഏറ്റുവാങ്ങുന്നത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. നമുക്ക് ജീവിക്കാൻ കഴിവുണ്ട്, നമുക്ക് വിദ്യാഭ്യാസമുണ്ട്. ഇനി വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ പോലും ഒരു തുണിക്കടയിൽ ചെന്ന് നിന്നാലും നമുക്ക് ജീവിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ മരണത്തെയൊക്കെ മരിക്കാൻ തീരുമാനിക്കുന്നതിന് മുന്നേ ഒക്കെ നമ്മൾ തീരുമാനിക്കുക, നമ്മളെ ദ്രോഹിച്ചവരെ, നമ്മളെ അപമാനിച്ചവരെ, നമ്മളെ പരിഹസിച്ചവരെ, നമ്മളെ വിഡ്ഢിയാക്കിയവരുടെയൊക്കെ മുന്നിൽ നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കേണ്ടത് എങ്ങനെയാണ് എന്നല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. അവർക്കൊക്കെ അസൂയയാകുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഇവരെയാണല്ലോ നമ്മൾ ഉപേക്ഷിച്ചത് എന്ന് പറയുന്ന തരത്തിലേക്ക്, അവരെയൊക്കെ അസൂയപ്പെടുത്തുന്ന തരത്തിലേക്ക് നമ്മൾ ജീവിച്ചാണ് കാണിച്ചു കൊടുക്കേണ്ടതെന്നാണ് എനിക്ക് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും നല്ല ബോൾഡായിട്ട്, എല്ലാവരും ഒറ്റയ്ക്കാണ് വരുന്നത്, തിരിച്ചു പോകുന്നത് ഒറ്റയ്ക്കാണ്. അതിനിടയിൽ വന്ന് ചേരുന്നവർ ഒപ്പമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ കഴിയൂ. അല്ലെങ്കിൽ അവർ നമ്മളെ ബുദ്ധിമുട്ടിച്ചാലോ ആക്രമിച്ചാലോ ഉപദ്രവിച്ചാലോ നമുക്ക് മറ്റൊരു ജീവിതമില്ല. അങ്ങനെയൊന്നുമല്ല. നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിലാണ്. അത് എങ്ങനെ ജീവിച്ചു തീർക്കണമെന്ന് ചിന്തിക്കേണ്ട നമ്മൾ ഓരോരുത്തരുമാണെന്ന് ഓരോ സ്ത്രീകളും വിചാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ നമുക്കുള്ളൂ.